ഗൈസ്, ഇന്ന് നമ്മൾ ഷോപ്പിലേക്കുള്ള ഒരു പർച്ചേസിംഗ് വീഡിയോ ആണ്. കാലിക്കറ്റിലെ ഹോൾസെയിൽ മാർക്കറ്റ് പോയി പർച്ചേസ് ചെയ്തല്ലോ. വാ, അവിടെയുള്ള വിശേഷം നമുക്ക് അവിടെ പോയി നോക്കാം. അങ്ങനെ നമുക്ക് പോകാൻ റെഡി ആയിട്ടുള്ള ട്രെയിനൊക്കെ എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ ആയതുകൊണ്ട് തന്നെ അറിയാലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. 15 മിനിറ്റ് ലൈറ്റ് ആയിട്ടാണ് വന്നത്. എന്നാലും സാരില്ല, ലൈറ്റായി വന്ന ട്രെയിനിൽ അങ്ങ് കയറി. അങ്ങനെ നേരെ കാലിക്കറ്റ് സ്റ്റേഷനിലെത്തി. നല്ല റഷൊക്കെ ആയിരുന്നു. ഇനി ഇവിടുന്ന് ബസ് പിടിച്ച് ബസ് സ്റ്റാൻഡിലോട്ടേക്ക് പോകണം. അങ്ങനെ 13 റുപ്പിന്റെ ടിക്കറ്റ് എടുത്ത് ഞാൻ നേരെ ബസ് സ്റ്റാൻഡിലോട്ടേക്ക് എത്തി. ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ എന്താണെന്നറിയില്ല, വല്ലാത്ത വിശപ്പ്. അപ്പോൾ പർച്ചേസിങ് പിന്നെ ചെയ്യാം, ആദ്യം ഫുഡ് അടിക്കാൻ പോന്നിച്ച്. അങ്ങനെ ഇവിടെ നേരെ കോവിലകം റെസ്റ്റോറൻറ്റിലോട്ടേക്ക് വിട്ട്. ഇവിടെ നല്ലൊരു പഴയ ആംബിയൻസ് ആണ്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഞാൻ നേരെ ഫുഡ് അടിക്കാൻ കയറി. നല്ല ഊണ് കഴിക്കാന്ന് വെച്ച് കയറിയ ഞാനാണ്. അവിടെയുള്ള ബിരിയാണിന്റെ സ്മെല്ല് കേട്ടപ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ അങ്ങോട്ട് ഒരു ബിരിയാണിക്ക് ഓർഡർ ആക്കി. അപ്പോൾ ചേച്ചി വന്ന് നല്ല ബിരിയാണി തരട്ടി തന്നു. ബിരിയാണി വന്ന ശേഷം ഇതാ നല്ല കച്ചമ്പറും വന്നു, അച്ചാറും വന്നു, കൂട്ടത്തിൽ നല്ലൊരു പപ്പടും. നമ്മുടെ കണ്ണൂര് ബിരിയാണിക്ക് പപ്പടം കിട്ടൽ കുറവാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നല്ല പപ്പടമൊക്കെ സ്പെഷ്യലായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നല്ല പപ്പടവും കച്ചമ്പറും അച്ചാറൊക്കെ മിക്സ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ചെറിയൊരു ചിക്കൻ പീസ് കൂടി വെച്ച് വായിൽ വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു പൊളി ടേസ്റ്റ് ആണ്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പർച്ചേസിംഗ് ആണ്. ഇവിടെ 2 ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട്. ഒന്ന് സെഞ്ചുറി കോംപ്ലക്സും മറ്റൊന്ന് സ്പേസ് മാളാണ്. ഞാൻ ചൂസ് ചെയ്ത് സ്പേസ് മാളാണ്. സ്പേസ് മാളിൽ സെഞ്ചുറി കോംപ്ലക്സിനേക്കാളും കുറച്ചുകൂടെ കളക്ഷൻസ് കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതാണ്ട് ഈ കാണുന്ന ബണ്ടിലൊക്കെ കണ്ടോ, അതിലും എല്ലാ ദിവസവും രാവിലെ വന്ന ഓരോ ഷോപ്പിന്റെ മുന്നിലും വീഴുന്ന കേട്ടോ. ഓരോ ഷോപ്പിന്റെ മുന്നിലും 10-15 വണ്ടിയിൽ ഇങ്ങനെ വന്ന് വീഴും. ആവശ്യക്കാർക്ക് വന്ന് പൊട്ടിച്ചെടുത്ത് കൊണ്ടുപോകും. പൊതുവെ ഇവിടെ വന്നതിന് കാലുകുത്ത സ്പേസ് ഉണ്ടാവില്ല, അത്രക്കും റഷാണ്. ഇന്നെന്താണെന്ന് അറിയില്ല, എന്റെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. ഇന്ന് അത്ര വലിയ റഷ് ഒന്നും കാണുന്നില്ല. നോർമലി നമ്മൾ സീസൺ ടൈം ഒക്കെ വന്നാൽ ഇവിടെ തിരിയാനും മറിയാനും സ്പേസ് ഉണ്ടാവില്ല. പേരൊക്കെ സ്പേസ് മാളിനാണ്, എന്നാലും സീസൺ ടൈം വന്നാൽ ഒട്ടും സ്പേസ് ഉണ്ടാവില്ല, അത്രക്കും റഷാണ്. കണ്ണൂരിലുള്ള ഒട്ടുമിക്ക കച്ചവടക്കാരും ചൂസ് ചെയ്യുന്നത് ഈ സ്പേസ് മാൾ തന്നെയാണ്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല, ഇവിടെ 4 ഫ്ലോറിലാണ് ഈ ഹോൾസെയിൽ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 4 ഫ്ലോറിലും മൊത്തം ഹോൾസെയിൽ മാർക്കറ്റാണ്. ഞാൻ എല്ലാ ഷോപ്പിലും കയറിയിട്ടൊന്നുമില്ല. എനിക്ക് ആവശ്യമുള്ള ഷോപ്പിൽ കയറി എനിക്ക് വേണ്ട സാധനം നോക്കി ഞാൻ പർച്ചേസ് ആക്കി. ക്ലൈമാക്സിൽ അത്യാവശ്യം നല്ല പാൻസിൻ്റെ ഒക്കെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് പാൻസിൻ്റെ മാത്രമായിട്ടുള്ള ഷോപ്പാണ് കേട്ടോ ഈ ക്ലൈമാക്സ്. അങ്ങനെ എനിക്ക് വേണ്ട സാധനമൊക്കെ ഞാൻ പർച്ചേസ് ആക്കി ഇതാ ഇവിടെ ഇങ്ങനെ കെട്ടാക്കി വെച്ചിട്ടാ. അപ്പോൾ അവർ നാളെ അയച്ചോളും. തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഈ ഒരു ഷോപ്പിന് ശ്രദ്ധയിൽപ്പെട്ടത്. ഷെയ്ക്കിനൊക്കെ 25 രൂപയേ ഉള്ളൂ. ഒരു ചെറിയൊരു കുഞ്ഞു ഷോപ്പാണ്. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, ചേട്ടാ അങ്ങോട്ട് ഒരു ഷെയ്ക്ക് പോരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നല്ലൊരു ഓറിയോ ഷേക്ക് പാസ്സാക്കി കേട്ടോ. 25 രൂപയുള്ളെങ്കിലും ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും യാതൊരു ഡിഫറൻസും ഇല്ല. നാട്ടിൽ 80 രൂപ കൊടുക്കുന്ന സെയിം ഷേക്ക് 25 രൂപയുള്ളൂ. അങ്ങനെ ഷേക്ക് കുടിച്ച് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്ക് പോകാനുള്ള പരശു അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ പരശുവിനെ നേരെ നാട്ടിലേക്ക് എത്തി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കുടിക്കും കേട്ടോ.